CRPF-ലേക്ക് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ ASI, അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ, ഇങ്ങനെ നിരവധി പോസ്റ്റിലേക്ക് മിനിമം 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കാനായിട്ട് പോകുന്നുണ്ട്. CRPF ഒഫീഷ്യലായിട്ട് തന്നെ അതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ തന്നിട്ടുണ്ട്. ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണ് എനേബിൾ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. എന്തായാലും പുതിയതായിട്ട് CRPF തന്നിട്ടുള്ള അപ്ഡേറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാം. വീഡിയോ കണ്ട് ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. എനിവേ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. CRPF-ലേക്കാണ് കോൺസ്റ്റബിൾ പോസ്റ്റ് ഉൾപ്പെടെ പുതിയൊരു അപേക്ഷ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നത്. നിരവധി ഒഴിവുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സോ എന്തായാലും ഇതിൻ്റെ അപേക്ഷകൾ ഉടനെ തുടങ്ങുമെന്ന് നിങ്ങൾ കരുതരുത്. കുറച്ച് കാലതാമസം പിടിക്കും. അധികം പിടിക്കാൻ സാധ്യതയില്ല. കൂടിപ്പോയ 3-4 മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇതിനു മുൻപ് BSF ഇങ്ങനെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത നോട്ടീസ് നമുക്ക് ലഭിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5 മാസം മുൻപാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏകദേശം നല്ലൊരു വേക്കൻസി BSF-ലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷകൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതും കുറച്ച് കാലതാമസം പിടിക്കും. ഇതിനും താമസം പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി നേരത്തെ വരില്ല എന്നല്ല. ഇങ്ങനെയുള്ള നോട്ടീസ് വരുന്ന സമയത്ത് കണ്ടതിൽ വെച്ച് കാലതാമസം പിടിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് വരില്ല, കുറച്ച് കാലതാമസം ഉണ്ടാവും എന്ന് കരുതി വരാതിരിക്കില്ല. എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമ്മുടെ RPF കോൺസ്റ്റബിളും SI ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമുക്ക് നോട്ടീസ് ലഭിച്ചിട്ടും 4-5 മാസം കഴിഞ്ഞിട്ടാണ്. നമ്മൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോയി 4-5 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അപേക്ഷ തുടങ്ങിയത്. അതുപോലെ ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. കുറച്ച് കാലതാമസം പിടിക്കും, പക്ഷേ ഇത് വരും. CRPF-ൻ്റെ സൈറ്റിൽ അവർ ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്രയും വേക്കൻസികൾ ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഉടനെ തുടങ്ങുമെന്ന് പറയുന്നില്ല, എന്നാലും വരുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 സെപ്റ്റംബർ 2024 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിലേക്ക്, ഗ്രൂപ്പ് C പോസ്റ്റിലേക്കാണ് അപേക്ഷ ഉടനടി ക്ഷണിക്കാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. വന്നിട്ടുള്ള പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫിസിക്കൽ, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, റിട്ടേൺ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. കൃത്യമായി ഫോളോ ചെയ്താൽ മതി. തീർച്ചയായിട്ടും അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്. 44 ഒഴിവ് പുരുഷന്മാർക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. 42 ഒഴിവ്, 44 ഒഴിവിൽ നിന്ന് 42 ഒഴിവുകൾ പുരുഷന്മാർക്കും 2 ഒഴിവുകൾ വനിതകൾക്കും, അങ്ങനെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തതും. അതുപോലെ തന്നെ അതിൻ്റെ സാലറി 29,200 രൂപ മുതൽ 92,300 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണത്. ഗ്രൂപ്പ് C പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം വിളിക്കാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ ഇത് 6ാമത്തെയും 7ാമത്തെയും പാരഗ്രാഫിൽ, അതായത് ഒരു പോയിന്റ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനൊക്കെ അവിടെയാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊമോഷൻ വൈസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൊമോഷൻ വൈസിൽ ഹെഡ് കോൺസ്റ്റബിൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് സർവീസിൽ ഇരുന്ന് വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് CRPF-ൽ വർക്ക് ചെയ്യുന്നവർക്ക് ഹെഡ് കോൺസ്റ്റബിളിലേക്കുള്ള പ്രൊമോഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പൈപ്പ് ബാൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 32 ഒഴിവുകളാണ്. അത് പ്രൊമോഷനല്ല, നോർമലുള്ള പോസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളിലേക്ക് മറ്റൊരു പ്രൊമോഷൻ, പൈപ്പ് ബാൻഡ് പ്രൊമോഷൻ ബേസിൽ വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ ബ്രാസ് ബാൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ വേക്കൻസിയും അതുപോലെ കാര്യങ്ങളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ ബ്രാസ് ബാൻഡ് ഇവിടെ കാണാൻ സാധിക്കും. 21,700 മുതൽ 69,100 വരെയാണ് ശമ്പളം ലഭിക്കുക. ഗ്രൂപ്പ് C പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ പൈപ്പ് ബാൻഡ് ഉണ്ട്. അതിന് 80 വേക്കൻസി ഉണ്ട്. ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തതും ഗ്രൂപ്പ് C പോസ്റ്റാണ്. 25,500 മുതൽ 81,100 വരെ ശമ്പളം ലഭിക്കും. അങ്ങനെ പോസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൊമോഷനിൽ കോൺസ്റ്റബിൾ പോസ്റ്റ് വരുന്നുണ്ട്. ഏറ്റവും താഴെയുള്ളവർക്ക് പ്രൊമോഷനായിട്ട് പോകുന്ന ഒരു ലെവലായിരിക്കാം. കോൺസ്റ്റബിൾ പോസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോർമൽ കോൺസ്റ്റബിൾ പോസ്റ്റ്, പ്രൊമോഷൻ അല്ലാത്ത കോൺസ്റ്റബിൾ പോസ്റ്റ് മറ്റൊന്ന് ഇവിടെ പറയുന്നുണ്ട്. ബ്രാസ് ബാൻഡ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേക്കൻസി എന്തായാലും ഉണ്ടാവും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കെല്ലാം നമുക്ക് കിടക്കാം. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് ഇവിടെ കോൺസ്റ്റബിൾ പൈപ്പ് ബാൻഡും കൂടി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ഒഴിവുകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പോസ്റ്റിനും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ഒഴിവുണ്ടാവും. അപ്പോൾ ഏജ് ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 6, 7 അങ്ങനെ ഒരു പോയിന്റ് ഇട്ടിട്ടാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞതെന്ന്. 18 to 23 വയസ്സ് വരെയാണ് നോർമലായിട്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 7ാമത്തേതിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സ്റ്റാർട്ടിങ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 7ാമത്തെ പോയിന്റിൽ ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. 7ാമത്തെ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ള Aയിൽ ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഏഴാമത്തേതിൽ നമുക്കത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഏഴാമത്തേതിൽ 10ാം ക്ലാസ് വേണമെന്നാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരോ പോസ്റ്റിനും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയും. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഫിസിക്കൽ, മെഡിക്കൽ ആ സ്റ്റാൻഡേർഡൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടാകുക. പിന്നെ കാൻഡിഡേറ്റ് ഷാൽ ക്വാളിഫൈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, റിട്ടൺ എക്സാമിനേഷൻ ആൻഡ് ട്രേഡ് ടെസ്റ്റ്. ഇതാണ് സെലക്ഷൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിലും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. ഒരുപാട് പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയാണ് തുടങ്ങാനായിട്ട് പോകുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഉണ്ട്, പ്രൊമോഷൻ വൈസും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇതിൽ മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും പ്രധാനമായിട്ടുള്ളതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ CRPFൻ്റെ വെബ്സൈറ്റിൽ അവരിപ്പോൾ പബ്ലിഷ് ചെയ്തതാണ്. ഡേറ്റ് ഞാൻ പറഞ്ഞു. ഡേറ്റ് ഏകദേശം 4-ാം തീയതി സെപ്റ്റംബർ 4, 2024 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എനിവേ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കരുത്, കുറച്ച് കാലതാമസം ഉണ്ടാവും. വന്നാൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.